ഡിഫൻസീവ് ഫുട്ബോൾ ഒരു മോശം ഗെയിമാണോ? കളി പാതി ജയിച്ച സമയത്ത് ബോക്സിനുള്ളിൽ പ്രതിരോധ കോട്ട കിട്ടുന്നത് ഇത്ര വലിയ അപരാധമാണോ? ഒരിക്കലുമല്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ ലോ ബ്ലോക്ക് തന്ത്രം ആഴ്സണൽ ക്ലാസ്സായി തന്നെ വിജയിപ്പിച്ചെടുക്കാറുണ്ട്. മത്സരം ജയിക്കാൻ ഒരു ഗോൾ തന്നെ ധാരാളമെന്ന് ഇംഗ്ലീഷ് ചാമ്പ്യന്മാർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇംഗ്ലണ്ട് എങ്ങനെ തോറ്റു? ഹറംബോളിന്റെ മാസ്റ്ററായ മിക്കേൽ ആർട്ടേറ്റയെ അനുകരിക്കാൻ നോക്കിയ ടുഷേലിന് ഇന്നലെ പിഴച്ചതെവിടെയാണ്? പരിശോധിക്കാം. മത്സരത്തിന്റെ 55-ാം മിനിറ്റിലാണ് അർജന്റീനയുടെ നെഞ്ചു പിളർന്ന ഗോൾ പിറന്നത്. മോർഗൻ റോജേഴ്സിന്റെ ക്രോസ് ആന്റണി ഗോർഡനിലൂടെ വലയിലെത്തുമ്പോൾ ഇംഗ്ലണ്ട് കളി ജയിച്ചെന്നുറപ്പിച്ചതാണ്. എന്നാൽ ലീഡ് നിലനിർത്താൻ തോമസ് ടുഷേൽ സ്വീകരിച്ച ടാക്ടിക്സ് ഇംഗ്ലണ്ടിന് തന്നെ വിനയായി. ആദ്യ ഗോളിന് ശേഷം പതിവിന് വിപരീതമായി പിന്നിലേക്ക് വലിയുന്ന ഇംഗ്ലീഷ് താരങ്ങളെയാണ് പിന്നെ നമ്മൾ കണ്ടത്. അമിത പ്രതിരോധ ശൈലി പുറത്തെടുത്ത തോമസ് ടുഷേൽ 5-4-1 എന്ന ശൈലിയിലാണ് പിന്നെ കളിമെനഞ്ഞത്. ആന്റണി ഗോർഡനെ പിൻവലിച്ച് എസ്രി കോൺസ ഇറങ്ങിയതോടെ ഇംഗ്ലണ്ടിന്റെ ആക്രമണത്തിന്റെ മുനയൊടിഞ്ഞു. റൈസിനെയും റീസിനെയും കൂടി പിൻവലിച്ചതോടെ കളി പൂർണ്ണമായും അർജന്റീനയുടെ കയ്യിലായി. ഗോൾ നേടിയ ശേഷം ഇംഗ്ലണ്ടിന്റെ പൊസിഷൻ 12% കുറഞ്ഞത്. ഇതോടെ മധ്യനിരയിൽ സ്പേസ് തുറന്നു കിട്ടുകയും അർജന്റീൻ താരങ്ങൾക്ക് ലോങ് റേഞ്ച് തൊടുക്കാൻ അവസരമൊരുങ്ങുകയും ചെയ്തു. 85-ാം മിനിറ്റിലെ എൻസോ ഫെർണാണ്ടസിന്റെ ആദ്യ ഗോൾ പിറന്നത് ഇങ്ങനെയാണ്. മധ്യനിരയിൽ കളിമെനയാൻ ആളില്ലാതെ വന്നതോടെ ഇംഗ്ലീഷ് ഗോൾ മുഖത്ത് അർജന്റീന തുടർച്ചയായി ആക്രമണം വിതച്ചു. ഓർക്കണം, ബുക്കായോ സാക്കയും എബ്രിച്ചെ എസയും അടക്കം ബെഞ്ചിലുള്ളപ്പോഴാണ് ടുഷേൽ ഈ സാഹസത്തിന് മുതിർന്നത്. ഒരു വേള 11 പേരും ബോക്സിനകത്തായപ്പോൾ പിക്ഫോർഡിന്റെ ലോങ് ഷോട്ടുകൾ സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ പോലുമുണ്ടായി. ഇതോടെ ഷോർട്ട് പാസ് കളിച്ച് വീണ്ടും ബോൾ ഇംഗ്ലീഷ് ബോക്സിൽ തന്നെ തിരികെ എത്തി. അർജന്റീന ആദ്യ ഗോൾ നേടിയതിനു ശേഷവും ടുഷേൽ തന്ത്രങ്ങൾ മാറ്റാൻ തയ്യാറായില്ല. ഏരിയ ബോൾ തടയാൻ കൂടുതൽ പ്രതിരോധ താരങ്ങളെ രംഗത്തിറക്കിയായിരുന്നു പിന്നെ പരീക്ഷണം. ഡാൻബേണും നിക്കോ ഒറയിലുമെല്ലാം ഇങ്ങനെയാണ് കളത്തിലെത്തുന്നത്. ഉയരക്കൂടുതലുള്ള ഡിഫൻസീവ് താരങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചായിരുന്നു ഈ മാറ്റങ്ങളെല്ലാം. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇഞ്ചുറി ടൈമിൽ അർജന്റീനയുടെ വിജയ ഗോളും പിറന്നു. ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് ആയിരുന്നു ഇംഗ്ലണ്ടിനെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അർജന്റീനയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇംഗ്ലീഷ് പ്രതിരോധത്തിലെ വിള്ളലുകൾ തുറന്നുകാട്ടുന്നതായിരുന്നു. മാർക്കിംഗ് പൊസിഷനില്ലാതെ ഡിഫൻസീവ് സ്ട്രക്ചറിലായിരുന്നു ഇംഗ്ലണ്ട് ഇന്നലെ കളിച്ചത്. ലിയോണൽ മെസ്സിയെ പൂട്ടാൻ താരങ്ങളെ അമിതമായി നിയോഗിച്ചപ്പോൾ അത് മറ്റ് അർജന്റീൻ താരങ്ങൾക്ക് ഫ്രീ സ്പേസ് തുറന്നു നൽകി. അർജന്റീന പോലൊരു ടീമിനെതിരെ ഇങ്ങനെ മാത്രമേ കളിക്കാനാകൂ എന്നും തനിക്ക് ടാക്ടിക്കൽ മിസ്റ്റേക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ടുഷേൽ മത്സരശേഷവും ന്യായീകരിച്ചത്. ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ കാലത്ത് കണ്ട അതേ ഡിഫൻസീവ് പേടിയെന്നാണ് വെയ്ൻ റൂണി ഇതിനെ വിശേഷിപ്പിച്ചത്. ടുഷേൽ മുൻപും സമാനമായ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. 2024 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ നന്നായി കളിച്ചിരുന്ന ഹാരി കെയ്നെ സബ് ചെയ്ത് റയലിന് തിരിച്ചുവരാൻ അവസരമൊരുക്കിയ ചരിത്രമുണ്ട് ടുഷേലിന്. നല്ല ടീമുണ്ടായിട്ടും പ്രധാന മത്സരങ്ങളിൽ വരുത്തുന്ന ഇത്തരം പിഴവുകൾ തിരുത്താൻ ഇംഗ്ലണ്ട് തയ്യാറായില്ലെങ്കിൽ അടുത്ത യൂറോ കപ്പിലും സമാനമായ ദുരന്തം ആവർത്തിക്കാനാണ് സാധ്യത. ഇറ്റ്സ് കമ്മിങ് ഹോം എന്നത് വെറും വാക്കായി ഒതുങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.